ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 10-ാം അധ്യായം. മൈത്രേയ ഉവാച. പ്രജാപതേർദുഹിതരം ശിശുമാരസ്യ വൈ ധ്രുവഃ ഉഭയേ മേ ഭ്രമീം നാമ തൽസുതൗ കൽപ്പവത്സരോ. മൈത്രേയർ പറഞ്ഞു, രാജാദ്യൈശ്വര്യം അനർത്ഥമൂലമാണെന്ന് ബോധിപ്പിക്കുന്നതിന് ഭക്തനായിരുന്നിട്ടും രാജ്യപ്രാപ്തി നിമിത്തം ധ്രുവന് ക്രോധാതിവൃത്തികൾ ഉണ്ടായി എന്ന് ഈ അധ്യായത്തിൽ കാണിക്കുന്നു. ശിശുമാരൻ എന്ന പ്രജാപതിയുടെ ഭ്രമി എന്നു പേരായ പുത്രിയെ ധ്രുവൻ വിവാഹം ചെയ്തു. കൽപ്പൻ, വത്സരൻ എന്ന 2 പുത്രന്മാർ അവളിൽ ധ്രുവനുണ്ടായി. ഇളായാമഭിഭാര്യായാം വായോ പുത്ര്യാം മഹാബലഃ പുത്രമുൽക്കലനാമാനം യോഷിദ്രത്നമജീജനത്. വായുവിൻ്റെ പുത്രിയായ ഇളയെന്നു പേരായ 2ാമത്തെ ഭാര്യയിൽ ധ്രുവന് ഉൽക്കലൻ എന്നൊരു പുത്രനും മനോഹരിയായ ഒരു പുത്രിയുമുണ്ടായി. ഉത്തമസ്തു കൃതോദ്വാഹോ മൃഗയായാം ബലീയസ ഹത പുണ്യജനേനാദ്രൗ തന്മാതാസ്യ ഗതിം ഗതാ. ഉത്തമൻ വിവാഹം ചെയ്തിരുന്നില്ല. ഒരു ദിവസം അവൻ നായാട്ടിന് പോയിരുന്നപ്പോൾ ബലിഷ്ഠനായ ഒരു യക്ഷൻ ഹിമവൽ പർവ്വതത്തിൽ വെച്ച് ഉത്തമനെ ഹനിച്ചു. അവൻ്റെ അമ്മയായ സുരുചിയും അത് നിമിത്തം മരിച്ചു. ധ്രുവോ ഭ്രാതൃവധം ശ്രുത്വാ കോപാമർഷശുചാർപ്പിതഃ ജൈത്രം സെന്തനമാസ്തായ ഗതപുണ്യജനാലയം. ഭ്രാതാവിനെ വധിച്ച വർത്തമാനം കേട്ടപ്പോൾ ദേഷ്യവും ക്ഷമകേടും ദുഃഖവും ഒന്നായി വന്നു ചേർന്ന ധ്രുവൻ ജൈത്രം എന്നു പേരായ തൻ്റെ തേരിൽ കയറി യക്ഷലോകത്തെ പ്രാപിച്ചു. ഗത്വോദീജീം ദിശം രാജ രുദ്രാനുചരസേവിതാം ദദർശ ഹിമവദ്രോണ്യാം പുരീം ഗുഹ്യകസങ്കുലാം. രാജാവായ ധ്രുവൻ രുദ്രൻ്റെ അനുചരന്മാരായ ഭൂതപ്രേത പിശാചുക്കളുടെ വാസസ്ഥാനമായിരിക്കുന്ന വടക്കുദിക്കിലേക്ക് പ്രവേശിച്ചു. ഹിമവാന്റെ താഴ്വരയിൽ യക്ഷന്മാർ തിങ്ങിവസിക്കുന്ന പുരിയെ കണ്ടു. ദദ്മൗ ശങ്കം ബൃഹത് ബാഹുഃ ഗം ദിശശ്ചാനുനാദയൻ യേനോദ്വിഗ്നദൃശക്ഷത്തഃ ഉപദേവ്യോ ത്രസൻവൃശം. വീരന്മാരെ യുദ്ധത്തിന് വിളിക്കുന്ന വിധത്തിൽ മഹാവീരനായ ധ്രുവൻ ശംഖത്തെ മുഴക്കി. ആകാശവും ദിക്കുകളും പ്രതിധ്വനിയെ പുറപ്പെടുവിച്ചു. ഉച്ചശബ്ദശ്രവണത്താൽ യക്ഷസ്ത്രീകൾ ചഞ്ചലനേത്രകളായി ഏറ്റവും ഭയപ്പെട്ടു. തതോ നിഷ്ക്രമ്യ ബലിന ഉപദേവ മഹാബടാഹ അസഹന്തസ്തന്നിനാദം അഭിവേദുരുദായുധാഹ. ധ്രുവൻ്റെ ശംഖനാദശ്രവണത്താൽ അക്ഷമന്മാരും മഹാവീരന്മാരുമായ കുബേരഭടന്മാർ ആയുധങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് ചാടി യുദ്ധത്തിന് സന്മുഖന്മാരായി വന്നു ചേർന്നു. സതാനാപതോ വീര ഉഗ്രധന്വാ മഹാരഥഃ ഏകൈകം യുഗപഃ സർവാൻ അഹൻബാണൈസ്ത്രിഭിസ്ത്രിഭിഃ. ശത്രുക്കൾക്ക് സഹിപ്പാൻ കഴിയാത്ത ആയുധവും മഹത്തായ വാഹനവുമുള്ള വീരനായ ധ്രുവൻ തൻ്റെ നേർക്കുവന്ന ആ യക്ഷന്മാരെ എല്ലാവരെയും ഓരോരുത്തനെ 3 ബാണങ്ങൾ കൊണ്ട് ഒരേ സമയത്തിൽ മുറിപ്പെടുത്തി. ദേവൈലലാടലഗ്നൈസ്തൈർ ഇഷുഭിഃ സർവയേവ ഹി മത്വാ നിരസ്തമാത്മാനം ആശംസൻ കർമ്മ തസ്യ തത്. ധ്രുവൻ ഉപയോഗിച്ച ആ ബാണങ്ങൾ യക്ഷന്മാരുടെ നെറ്റിത്തടങ്ങളിൽ ചെന്ന് തറച്ചപ്പോൾ തങ്ങളെ എല്ലാവരെയും ഏകകാലത്തിൽ ജയിച്ച അവൻ്റെ ആ പരാക്രമത്തെ അവർ പ്രശംസിച്ചു. തേ വിചാമുമമൃഷ്യന്തഃ പാദസ്പർശമിവോരഗാഃ ശരൈരവിദ്യന്നുപഗദ്ദ്വിഗുണം പ്രജിഗീർഷവഃ. സർപ്പങ്ങൾ പാദസ്പർശത്തെ എന്ന പോലെ ധ്രുവൻ്റെ ആ പരാക്രമത്തെ കണ്ടിട്ട് മത്സരത്തോടുകൂടി അവരും പകരം ചെയ്യുവാൻ ഇച്ഛയോടുകൂടെ 6 ബാണങ്ങളെ ഏകകാലത്തിൽ ധ്രുവൻ്റെ നേർക്കുപയോഗിച്ചു. തതഃപരിഗനിസ്തൃംശൈഃ പാശശൂലപരശ്വതൈഃ ശക്ത്യുഷ്ടിഭിർഭുശുണ്ഡീഭിഃ ചിത്രയാജൈ ശരൈരഭി അഭ്യവർഷൻ പ്രകുപിതാഃ സരദം സഹസാരഥീം ഇച്ഛന്തസ്തത്പ്രതീകർത്തൃം അയുധാനാം 13. 13 അയൂധം ഭടന്മാരൊരുമിച്ച് പരിഗം, വാൾ, പാശം, ശൂലം, കോടാലി, ശക്തി, ഋഷ്ടി, ഭുശുണ്ഡി എന്നീ ആയുധങ്ങളെയും ശീഘ്രസഞ്ചാരത്തെ സഹായിപ്പാനായി തൂവലുകളെ കൂട്ടിക്കെട്ടിയിരിക്കുന്ന ബാണങ്ങളെയും ധ്രുവൻ്റെയും സാരഥിയുടെയും രഥത്തിൻ്റെയും നേർക്കുപയോഗിച്ചു. പ്രകോപത്തോടുകൂടിയ പ്രതികാരേച്ഛയാൽ 4 ഭാഗത്തു നിന്നും ശരവർഷം ചെയ്തു. ഔത്താനപാദീസത്തദാ ശസ്ത്രവർഷേണ ഭൂരിന ന ഉപാദൃശ്യതച്ഛന്ന ആസാരേണ യഥാ ഗിരിഃ.
അധികരിച്ചുണ്ടായ ഈ ശസ്ത്രവർഷത്താൽ ഉത്ഥാനപാദപുത്രൻ ധാരമുറിയാതെയുള്ള ജലവർഷത്താൽ പർവ്വതമെന്ന പോലെ മൂടപ്പെട്ടതുകൊണ്ട് അരികത്തുള്ളവർക്ക് കൂടി കാണുവാൻ കഴിയാത്തവനായി തീർന്നു. മേഘവർഷത്താൽ പർവ്വതം കാണപ്പെടാതിരുന്നാലും പർവ്വതത്തിന് ഹാനി തട്ടാത്തതുപോലെ ധ്രുവന് ഈ ശരവർഷം കൊണ്ട് യാതൊരു പീഡയും ബാധിച്ചിട്ടില്ല. ഹാഹാകാരസ്തദൈവാസീത് സിദ്ധാനാം ദിവി പശ്യതാം ഹതോയം മാനവ സൂര്യോ മഗ്നപുണ്യജനാർണവേ. ഹാ കഷ്ടം, മനുവിൻ്റെ പൗത്രനായ സൂര്യൻ യക്ഷന്മാരായ സമുദ്രത്തിൽ മുങ്ങി നശിച്ചുവല്ലോ എന്നിങ്ങനെ സ്വർഗത്തിൽ ഈ യുദ്ധം നോക്കി നിന്നിരുന്ന സിദ്ധന്മാർ നിലവിളിച്ചു തുടങ്ങി. ദദൽസുയാദുദാനേഷു ജയകാശിഷ്വതോ മൃദേ ഉദതിഷ്ഠദ്രതസ്തസ്യ നീഹാരാദിവഭാസ്കരഃ. ഇങ്ങനെ യക്ഷന്മാർ യുദ്ധത്തിൽ അവരുടെ ജയത്തെ പ്രകാശിപ്പിക്കുകയും ആർപ്പു വിളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഞ്ഞിൻ്റെ മറവിൽ നിന്ന് സൂര്യൻ പുറത്തേക്ക് കാണപ്പെടുന്നത് പോലെ ധ്രുവൻ്റെ തേർ ശരവർഷത്തിൽ നിന്നും പുറമേ പ്രകാശിക്കുന്നത് കാണപ്പെട്ടു. ധനുർ വിസ്ഫൂർജയൻ ദിവ്യം ദ്വിഷദാം ഖേദമുദ്വഹൻ അസ്ത്രൗകം വേദമത്ബാണേർക്കാനാനീകമിവാനിലഹ. ഭഗവാന്റെ അനുഗ്രഹമുള്ള അവൻ്റെ കയ്യിലുള്ള വില്ല് ലോകാതീതമായ ശക്തിയുള്ളതായിരുന്നു. അതിൻ്റെ ഞാൺ വലിച്ചു വിടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം കേൾക്കുന്നത് തന്നെ ശത്രുക്കൾക്ക് ഖേദജനകമായിരുന്നു. ആകാശത്തെ മൂടിയിരിക്കുന്ന മേഘാവലിയെ കാറ്റ് വീശി പറപ്പിക്കുന്നത് പോലെ സ്വബാണങ്ങൾ കൊണ്ട് യക്ഷന്മാർ ഉപയോഗിച്ച ആയുധങ്ങളെയെല്ലാം നിരാകരിച്ചു. തസ്യതേ ചാപനിർമുക്ത ഭിത്വാ വർമാണി രക്ഷസാം കായാന വിവിശുസ്തിഗ്മ ഗിരീനശനയോ യഥാ. ധ്രുവൻ സ്വചാപം ആകർഷിച്ചു വിട്ട ആ അസഹ്യബാണങ്ങൾ യക്ഷന്മാരുടെ കവചങ്ങളെ മുറിച്ചിട്ടു. ഇന്ദ്രപ്രയുക്തങ്ങളായ വജ്രായുധങ്ങൾ പർവ്വതങ്ങളെ എന്ന പോലെ യക്ഷശരീരാന്തർഭാഗങ്ങളിലേക്ക് പ്രവേശിച്ചു. ബല്ലൈ സംഛിദ്യമാനാനാം ശിരോഭിശ്ചാരുകുണ്ടലൈഃ ഊരുഭിർഹേമതാലാഭിർദോർഭിർവലയവൽഗുഭിഃ ഹാരകേയൂരമുകുടൈരുഷ്ണീഷൈശ്ച മഹാധനൈഃ ആശ്രിതാസ്താരണഭുവോ രേജുർവീരമനോഹരാഃ. അർദ്ധചന്ദ്രാകാരത്തിലിരിക്കുന്ന ബല്ലം എന്നുപേരുള്ള ആയുധങ്ങളാൽ മുറിക്കപ്പെട്ട യക്ഷന്മാരുടെ മനോഹര കുണ്ടലാലങ്കൃത ശിരസ്സുകളാലും സ്വർണ്ണ താലവൃക്ഷങ്ങൾ പോലെ ദർശനീയങ്ങളായ തുടകളാലും വളകൾ ധരിച്ചു വിളങ്ങുന്ന കൈകളാലും ഏറ്റവും വിലപിടിച്ച മുത്തുമാലകൾ, തോൾവളകൾ, കിരീടങ്ങൾ, തലക്കെട്ടുകൾ എന്നിവയാലും മൂടപ്പെട്ടിരിക്കുന്ന യുദ്ധസ്ഥലങ്ങൾ വീരന്മാരുടെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്നവയായിട്ട് വിളങ്ങി. ഹതാവശിഷ്ടായിതരേ രണാജിരാ ദ്രക്ഷോ ഗണാക്ഷത്രിയവര്യസായകൈഃ പ്രായോ വിഗൃണ്ണാവയവാ വിദുദ്രുവുർ മൃഗേന്ദ്രവിക്രീഡിതയൂതഭാ ഇവ. ക്ഷത്രിയന്മാരിൽ വെച്ച് ഉത്കൃഷ്ടനായ ധ്രുവൻ്റെ ബാണങ്ങൾ കൊണ്ട് അവയവങ്ങളിൽ മുറിവേറ്റവരും കൊല്ലപ്പെടാതെ അവശേഷിച്ചവരുമായ യക്ഷഗണങ്ങൾ സിംഹത്തോട് നേരിട്ട് തോറ്റ ആനകളെന്ന പോലെ യുദ്ധസ്ഥലത്തിൽ നിന്ന് ഓടിപ്പോയി. അപശ്യമാനസ്സ തദാതദായിനം മഹാമൃദേ കഞ്ചനമാനവോത്തമഃ പുരീം ദിദൃക്ഷൻ അഭിനാവിശദ്യുഷാം നമായിനാം വേദ ചികീർഷിതം ജനഃ ഇതി ബ്രുവംശ്ചിത്രരഥസ്വസാരഥീം യത്തപരേഷാം പ്രതിയോഗശങ്കിതഃ ശുശ്രാവശബ്ദം ജലധേരിവേരിതം നഭസ്വതോ ദിക്ഷു രജോന്യദൃശ്യത. അപ്പോൾ ആ യുദ്ധക്കളത്തിൽ തന്നോട് നേരിടുവാൻ ആയുധം ധരിച്ചിരിക്കുന്ന ഒരുവനെയെങ്കിലും അവൻ കണ്ടില്ല. ശത്രുക്കളുടെ പട്ടണത്തിൻ്റെ ഉള്ളിൽ കടന്ന് നോക്കിക്കാണുവാൻ ആഗ്രഹമുണ്ടായെങ്കിലും പ്രവേശിച്ചില്ല. ശത്രുക്കൾ എതിർ സംഘത്തെ ശേഖരിക്കുകയായിരിക്കാമെന്ന് ശങ്കിച്ചു. വിചിത്രമായ തൻ്റെ രഥത്തെ സാവധാനത്തിൽ നടത്തി. മായാവികളുടെ പ്രവൃത്തി ഏതുവിധമായിരിക്കുമെന്ന് സാധാരണ ജനം അറിയുകയില്ല. അതിനാൽ മനസ്സിരുത്തിക്കൊള്ളുകയെന്ന് തൻ്റെ സാരഥിയോട് പറഞ്ഞു. അപ്പോൾ സമുദ്രഘോഷമെന്ന പോലെ ഉച്ചമായ ശബ്ദം കേട്ടു. 4 ദിക്കുകളിൽ കാറ്റത്തു പൊങ്ങുന്ന ധൂളിയെ കാണുകയും ചെയ്തു. ക്ഷണേനാച്ഛാദിതം വ്യോമ ഗനാനീകേന സർവദഃ വിസ്ഫുരത്തടിതാദിക്ഷു ത്രാസയസ്തനയിജ്ഞുന. അതിപ്രകാശമുള്ള മിന്നൽ പിണരുകളും ഭയപ്പെടുത്തുന്ന ഇടിശബ്ദവുമുള്ള മേഘനിരകളാൽ ക്ഷണത്തിൽ ദിക്കുകളിലെങ്ങും ആകാശം മറയ്ക്കപ്പെട്ടു. വവൃഷോരുദുരൗഗാസൃക് പൂയവിൺമൂത്രമേധസഃ നിഭേതുർഗഗനാദസ്യ കബന്ധാന്യഗ്രതോനക. രുതിരം, ലാല, മലം, മൂത്രം, മേധസ് എന്നീ അശുദ്ധ വസ്തുക്കളെ മേഘജാലം വർഷിച്ചു. ഹേ പാപരഹിത, അവൻ്റെ മുൻഭാഗത്തെ ശിരോരഹിതങ്ങളായ ശരീരങ്ങൾ ആകാശത്തിൽ നിന്ന് വീണു.
തത്ര ദൃശ്യതഗിരീൻ നിവേദു സർവതോ ദിശം ഗദാപരിഗനിസ്തൃംശം മുസലാ സാശ്മവർഷിണഃ. പിന്നെ ആകാശത്തിൽ പർവ്വതങ്ങൾ നിരന്നു നിൽക്കുന്നതിനെ കണ്ടു. അതിൽ നിന്ന് കൽമാരി, ഗദ, പരിഗം, വാൾ എന്നീ ആയുധങ്ങളും വീണു തുടങ്ങി. അഹയോശനി നിശ്വാസോ വമന്തോഗ്നിം രുഷാക്ഷിഭിഃ അഭ്യതാവൻ ഗജാമത്താഃ സിംഹവ്യാക്രാശ്ചയൂദശഃ. ദ്വേഷ്യത്താൽ നേത്രങ്ങളിൽ നിന്ന് അഗ്നിയും ഇടിത്തീ പോലെ അസഹ്യ ചൂടുള്ള കാറ്റും പുറപ്പെടുവിക്കുന്ന സർപ്പങ്ങളും മദജലമൊലിക്കുന്ന ഗജങ്ങളും സിംഹങ്ങൾ, വ്യാക്രങ്ങൾ എന്നീ മൃഗങ്ങളും കൂട്ടം കൂട്ടമായിട്ട് നേരിട്ടു പാഞ്ഞു വരുന്നതിനെയും അവൻ കണ്ടു. സമുദ്ര ഊർമിഭിർഭീമഃ പ്ലാവയൻ സർവതോ ഭുവം ആസസാദ മഹാഹ്രാദഃ കൽപ്പാന്തൈവ ഭീഷണഃ. വലിയ വലിയ തിരമാലകൾ ഭൂമിയുടെ സർവ്വഭാഗത്തെയും മുക്കിക്കൊണ്ടും ഗംഭീര ശബ്ദത്തോടുകൂടിയും ഇരിക്കുന്ന ഭയങ്കര സമുദ്രം കൽപ്പാവസാനത്തിൽ എന്ന പോലെ മഹാഭയത്തെ ജനിപ്പിക്കുന്നതായിട്ട് അരികത്ത് വരുന്നതിനെയും കണ്ടു. ഏവം വിധാന്യനേകാനി ത്രാസാനാന്യ മനസ്സിനാം സസൃജുസ്തിഗ്മഗതയാ ആസുര്യമായയാസുരാഃ. ക്രൂരപ്രവർത്തികളെ നടത്തുന്ന അസുരന്മാർ അവരുടെ മായാബലത്താൽ അധീരന്മാരെ ഭയപ്പെടുത്തുന്ന ഈ വിധം അനേക ഭയങ്കര വ്യാപാരങ്ങളെ സൃഷ്ടിച്ചു. ധ്രുവേ പ്രയുക്താം അസുരൈസ്താം മായാമതിദുസ്തരാം നിശാമ്യ തസ്യ മുനയഃ ശമാശംസൻ സമാഗതാഃ. അസുരന്മാർ ധ്രുവൻ്റെ നേർക്കുപയോഗിച്ചതായ ആ മായാപ്രയോഗം സാമാന്യന്മാരാൽ അതിക്രമിക്കപ്പെടുവാൻ ഒട്ടും കഴിയാത്തതാണെന്ന് കണ്ടറിഞ്ഞ മുനിമാർ അവിടെ ആഗമിച്ചിട്ട് അവന് ക്ഷേമത്തെ ആശംസിച്ചു. ഔത്താനപാദേ ഭഗവാംസ്തവ ശാർഗധന്വ ദേവക്ഷിണോത്വനദാർത്തിഹരോ വിഭക്ഷാൻ എന്നാമധേയമഭിധായ നിശമ്യവാദ്ധ ലോകോഞ്ജസാ തരതി ദുസ്തരമംഗമൃത്യും. മുനികൾ പറഞ്ഞു, ഹേ പൂജ്യനായ ഉത്താനപാദ, നമസ്കരിക്കുന്നവരുടെ സകല സന്താപങ്ങളെയും നശിപ്പിക്കുന്നതിന് സമർത്ഥമായ ശാർഗമെന്ന വില്ലിനെ ധരിച്ചിരിക്കുന്ന ഭഗവാനായ ദേവൻ നിന്റെ ശത്രുക്കളെ നശിപ്പിക്കട്ടെ. യാതൊരു ഭഗവാന്റെ നാമധേയത്തെ കീർത്തിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ലോകം അതിക്രമിപ്പാൻ കഴിയാത്തതായ മരണത്തെക്കൂടെ സുഖമായിട്ട് അതിക്രമിച്ച് പരമപദവിയെ മോക്ഷത്തെ പ്രാപിക്കുന്നുവല്ലോ. ഈ സങ്കടാവസ്ഥയിൽ ആ ഭഗവാനെ സ്മരിക്കുക എന്നോർമ്മപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ വിധം ഭഗവാനെ സ്തുതിച്ചത്. 10-ാമത്തെ അധ്യായം സമാപിച്ചു. 11-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.